Hello my dear students. നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ പിയർ ട്രാൻസ്ലേഷൻ, പിയർ റൊട്ടേഷൻ, ദെൻ റോളിംഗ്, ദാറ്റ് ഈസ് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ഇതെല്ലാം ഡിസ്കസ് ചെയ്തു. റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിങ്ങിൻ്റെ കണ്ടീഷൻ എന്താ? വെലോസിറ്റി ഓഫ് ദ വീൽ, സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ വീൽ ഈസ് ഈക്വൽ ആർ ഒമേഗ. വി സി എം ഗ്രേറ്റർ ദാൻ ആർ ഒമേഗ, വി സി എം ലെസ് ദാൻ ആർ ഒമേഗ രണ്ട് വന്നാൽ എന്ത് സംഭവിക്കും? പിയർ റോളിംഗ് ഡിസ്റ്റർബ്ഡ് ആവും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഞാൻ അതിനകത്തൊരു കോൺസെപ്റ്റ് പറഞ്ഞിരുന്നു, ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിസ്. സ്ട്രിക്ട്ലി സ്പീക്കിംഗ് നമ്മുടെ ഹയർ ലെവൽ കുട്ടികൾ, ഹയർ ലെവൽ എഞ്ചിനീയറിംഗ് ബാച്ച് സ്റ്റുഡൻസ് ഉണ്ടല്ലോ, IIT അഡ്വാൻസ്ഡ്, അല്ല കുട്ടികൾക്കൊക്കെ ആ ടൈപ്പ് പ്രോബ്ലംസ് വരാം. ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിസ് കണ്ടുപിടിക്കാനുള്ള ടൈപ്പ് പ്രോബ്ലംസ് വരാം. മെഡിക്കൽ സ്റ്റുഡൻസ് ജസ്റ്റ് ഒരു അന്ന് അവെയർ ആവുക, ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. അവിടെ ഇപ്പോൾ ഒരു ഡിസ്ക് rotating about a fixed axis passing through center and perpendicular to the plane. ഏതാ ആക്സിസ് ഓഫ് റൊട്ടേഷൻ? ഡിസ്ക് ആക്സിസ് സെൻറ്ററിലൂടെ പാസ് ചെയ്തു. അപ്പോൾ ആ ആക്സിസ് തന്നെയാണല്ലോ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിസ്. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? ഡിസ്കിലേക്ക് വരും നിങ്ങൾ. ഡിസ്കിൻ്റെ വെലോസിറ്റി, ഈ ഒരു പോയിൻറ്റിൻ്റെ വെലോസിറ്റി മാർക്ക് ചെയ്യുന്നു, അതിന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. ടോപ്പിലെ വെലോസിറ്റി മാർക്ക് ചെയ്യുന്നു, പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഈ പെർപെൻഡിക്കുലേഴ്സ് എല്ലാം കൂടെ മീറ്റ് ചെയ്യുന്നൊരു പോയിൻ്റ് എവിടെയാണ്? മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഡിസ്കിൻ്റെ സെൻറ്റർ അല്ലേ? അപ്പോൾ വളരെ സിമ്പിളായിട്ട് അത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ കുറേ ടൈപ്പ് മോഷൻസ് പറഞ്ഞുതരാം നിങ്ങൾക്ക്, എങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആദ്യം അറിയേണ്ടത് എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിസ്. നോക്കൂ, അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഇറ്റ് ഈസ് പോസിബിൾ ടു ലൊക്കേറ്റ് എ പോയിൻറ്റ് ഇൻ ദ പ്ലെയിൻ. അതായത് ഇപ്പോൾ ഇവിടെ XY പ്ലെയിൻ ആണെങ്കിൽ XY പ്ലെയിനിലെ ഒരു പോയിൻ്റ് ഇൻ വിച്ച് has zero velocity. ഓക്കെ, അതായത് ആ പോയിൻറ്റിൻ്റെ വെലോസിറ്റി എന്താണ്? സീറോ ആണ്. അതുപോലെ തന്നെ ആ പ്ലെയിനിൽ മറ്റുള്ള പോയിൻറ്റുകളുടെ മോഷൻ നമ്മൾ നോക്കിയാൽ, അതർ പോയിൻറ്റ്സിനെ നമ്മൾ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. മേ ബി ലുക്ക്ഡ് ആസ് എ പിയർ റൊട്ടേഷൻ അബൌട്ട് ദിസ് ആക്സിസ്. അപ്പോൾ ഈ കേസിൽ ഇതാ ഈ പോയിൻ്റ് ആണ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിസ് എങ്കിൽ ആ പോയിൻറ്റിനെ ബേസ് ചെയ്ത് മറ്റുള്ള പോയിൻറ്റുകൾ നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിട്ട് ഫീൽ ചെയ്യും? റൊട്ടേഷൻ മാത്രമായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, സച്ച് പോയിന്റ് ഈസ് കാൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ആൻഡ് ആക്സിസ് പാസിംഗ് ത്രൂ ദിസ് പോയിന്റ്, ആക്സിസ് പാസിംഗ് ത്രൂ ദിസ് പോയിന്റ് ആൻഡ് റൈറ്റ് ആംഗിൾ ടു ദ പ്ലെയിൻ. അതായത് ഇതാണ് XY പ്ലെയിൻ എങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ഈസ് കാൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ നോക്കൂ, ഈ ഒരു പോയിന്റ് ആണ് ഇവിടെ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിസ് ആക്കി എടുത്തിരിക്കുന്നത്. നോക്കൂ, ആ റോഡിൻ്റെ പൊസിഷൻ ഒന്ന് നോക്കൂ നിങ്ങൾ. ഇതൊരു ബൗണ്ടറിയാണ്, സേ എ വാൾ, ഇത് ഫ്ലോർ. അപ്പോൾ ഒരു റോഡ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? ഇതാ ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നു റോഡ്. അപ്പോൾ ടോപ്പ് മോസ്റ്റ് പോയിന്റ് എടുക്കാം, രണ്ട് പോയിന്റുകൾ നമുക്ക് എടുക്കാം. നോക്കൂ, ഇതാ ഈ പോയിന്റ് എടുത്തോളൂ, ഈ പോയിന്റ് എടുത്തോളൂ, ഏത് പോയിന്റ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. നിങ്ങൾ രണ്ട് പോയിന്റ് എടുത്തു. ഓക്കെ, ഇതാണ് ആ റോഡിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ. ആഫ്റ്റർ എ വൈൽ ഇതാണ് പൊസിഷൻ. അപ്പം നമുക്ക് ഇനീഷ്യലി ഉണ്ടായിരുന്ന പൊസിഷൻ ഇതാണ് കേട്ടോ. ഇതാണ് എ റോഡ് ലീൻ അഗെയിൻസ്റ്റ് എ വാൾ. ഓക്കെ, ഇനി ഇത് സ്ലൈഡ് ചെയ്യുന്നു. ഈ റോഡ് സ്ലൈഡ് ചെയ്ത് ഈ പോയിന്റ് ഇവിടെ നീങ്ങി ഇവിടെ എത്തി. അതുപോലെ ഈ പോയിന്റ് നീങ്ങി ഇവിടെ എത്തി. പക്ഷേ ഈ പോയിന്റിലോട്ട് നിങ്ങൾ വരും, ഈ പോയിന്റും അതായത് ഇനീഷ്യലി ഉണ്ടായിരുന്ന രണ്ട് പോയിന്റ്സ്, ആ പോയിന്റിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, ഈ പോയിന്റ് എവിടേക്കാണ് പോരുന്നത്? താഴേക്കല്ലേ പോരുന്നത്? ഞാൻ വെലോസിറ്റി മാർക്ക് ചെയ്തു V, ആ പോയിന്റിൻ്റെ വെലോസിറ്റി കേട്ടോ. അതിനൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു, ആ വെലോസിറ്റിക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ഓക്കെ, ഈ പോയിന്റ് താഴേക്ക് വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പോയിന്റ് എവിടേക്കാണ് പോവുക? ഇത് താഴേക്ക് വരുമ്പോൾ ഈ പോയിന്റ് ഇങ്ങോട്ടല്ലേ നീങ്ങുന്നത്? ആ വെലോസിറ്റി വേറൊരു വെലോസിറ്റി, ഇത് V1 എന്നും ഇത് V2 എന്നും വിചാരിച്ചോളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ വെലോസിറ്റിക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു അതേ പ്ലെയിനിൽ തന്നെ. ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് നോക്കൂ. ഇനി അതുപോലെ തന്നെ ഇതിൽ വേറൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ പോയിന്റിൻ്റെ വെലോസിറ്റി നമ്മൾ മാർക്ക് ചെയ്യണം. ആ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ അതേ പ്ലെയിനിൽ തന്നെ വരയ്ക്കണം. അതും ആ പോയിന്റിൽ മീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിനെ പറയുന്ന പേരാണ് ആ ഇൻസ്റ്റൻറ്റിലെ ആക്സിസ്. അതായത് ഈ പൊസിഷനിൽ റോഡ് നിൽക്കുന്ന സമയത്ത് ഈ വെലോസിറ്റി V1, ഈ വെലോസിറ്റി V2, ബാക്കിയുള്ള പോയിന്റുകൾക്കെല്ലാം ഓരോ വെലോസിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും.
അങ്ങനെയുള്ള ആ പോയിന്റിനെ പറയുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് ഇൻ ദാറ്റ് പൊസിഷൻ. At an axis passing through that point and perpendicular to the plane is called instantaneous axis of rotation. ഓക്കെ, ഇനി ആ പൊസിഷനിൽ നിന്ന് മാറി ദാ ഈ പോയിന്റ് ഇവിടെ എത്തി. അപ്പോൾ നോക്കൂ, വെലോസിറ്റി ഇവിടേക്കാണ്, ഈ പോയിന്റ് ഇവിടെ എത്തി, ഇയാളുടെ വെലോസിറ്റി ഇങ്ങോട്ടാണ്. ദാ ഈ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു, ഈ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു, ഇവർ മീറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് I2, പുതിയ ഇൻസ്റ്റന്റേനിയസ് ആക്സിസ്. അപ്പോൾ ഈ പൊസിഷനിൽ ഇതാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് എങ്കിൽ ഈ പൊസിഷനിൽ ഇതാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സിസ്. ഇപ്പോൾ ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് എന്ന് പറയുമ്പോൾ 0 വെലോസിറ്റി പോയിന്റ് ആണ്. ആ പോയിന്റിൻ്റെ പൊസിഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും ഈ റോഡ് സ്ലൈഡ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇപ്പോൾ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും. അപ്പോൾ എന്താണ് നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് ആക്സിസും അതുപോലെ ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് പോസിബിൾ ടു ലൊക്കേറ്റ് എ പോയിന്റ് in the plane which has 0 velocity, okay, and hence the plane motion of other points may be looked like engane pure rotation about this axis. Such point is called instantaneous center, and an axis passing through this point and perpendicular to the plane is called instantaneous axis of rotation. Clear alle? Okay, da വേറൊരു കേസ് നോക്കൂ. എന്താ, ഒരു ബോഡി, ആ ബോഡിയുടെ ഈ രണ്ട് പോയിന്റുകൾ എടുത്തു, ഈ രണ്ട് പോയിന്റുകളെ ഞാൻ മാർക്ക് ചെയ്തു. ഈ പോയിന്റിൻ്റെ വെലോസിറ്റി VB, ഈ പോയിന്റിൻ്റെ വെലോസിറ്റി VA. അങ്ങനെയാണെങ്കിൽ ദാ ഈ പോയിന്റിൽ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു, ഈ പോയിന്റിൽ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ഇവർ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് എന്ന് പറയുന്നത്. ഇൻസ്റ്റന്റേനിയസ് എന്താ, point is called instantaneous center, and axis passing through this point and perpendicular to the plane is called instantaneous axis of rotation. അപ്പോൾ ഓരോ കേസുകളെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആക്സിസിനെ കുറിച്ച് പറയാൻ കഴിയൂ. ഓക്കെ, പ്യുർ റോളിങ്ങിൽ ഞാൻ നിങ്ങൾക്ക് ഇൻസ്റ്റന്റേനിയസ് ആക്സിസിൻ്റെ പൊസിഷൻ കാണിച്ചു തരട്ടെ. നമുക്ക് ഇതാ, സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി VCM, ടോപ്പ് മോസ്റ്റ് പോയിന്റിൻ്റെ വെലോസിറ്റി 2 VCM. ഓക്കെ, ഈ പോയിന്റിൻ്റെ വെലോസിറ്റി √2 VCM, ഈ പോയിന്റിൻ്റെ വെലോസിറ്റി √2 VCM. അതെങ്ങനെയാണ് കിട്ടുന്നത് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ പോയിന്റിൻ്റെ വെലോസിറ്റി എത്രയെന്ന് പറഞ്ഞിരുന്നു? ഫോർ പ്യുർ റോളിംഗ് 0. ദാറ്റ് 0 വെലോസിറ്റി പോയിന്റ് ഈസ് കാൾഡ് ഇൻസ്റ്റന്റേനിയസ് ആക്സിസ്. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് പോയിന്റ് ഓഫ് റൊട്ടേഷൻ. An axis passing through this point P and perpendicular to plane of the wheel is called instantaneous axis of rotation. അടുത്ത ഇൻസ്റ്റൻറ്റിൽ നമുക്കറിയാം ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് അവിടെയല്ല, വേറെ പൊസിഷനിലാണ്. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് ആക്സിസിൻ്റെ വെലോസിറ്റി എന്തായിരിക്കണം, അല്ലെങ്കിൽ ആ പോയിന്റിൻ്റെ വെലോസിറ്റി എന്തായിരിക്കണം? 0 വരണം. എങ്ങനെയാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്? ദാ ഈ പോയിന്റ് അവിടുന്ന് പെർപെൻഡിക്കുലർ വരച്ചു, ദാ ഈ പോയിന്റ് അവിടുന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു, ദാ ഈ പോയിന്റ് അവിടുന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു, ഈ പോയിന്റ് അവിടുന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ഇതെല്ലാം കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ. ആക്സിസ് പാസിംഗ് ത്രൂ ദാറ്റ് പോയിന്റ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ വീൽ ഈസ് കാൾഡ് ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ക്ലിയർ അല്ലേ? പക്ഷേ ഈ വീല് നിങ്ങൾ നോക്കൂ, റോൾ ചെയ്യുന്നില്ല, റൊട്ടേറ്റ് ചെയ്യുന്നു എബൌട്ട് എ ഫിക്സ്ഡ് ആക്സിസ്. വീൽ ഈസ് റൊട്ടേറ്റിംഗ് എബൌട്ട് എ ഫിക്സ്ഡ് ആക്സിസ്. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ എവിടെയാണ്? ആ ഡിസ്കിൻ്റെ ജോമെട്രിക്കൽ സെൻറ്റർ. കാരണം ഏത് പോയിന്റിൽ നിങ്ങൾക്ക് വെലോസിറ്റി എന്ന് പറയുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ടാൻജൻറ്റ് വരയ്ക്കുമ്പോഴല്ലേ വെലോസിറ്റി കിട്ടുക. ആ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ എല്ലാം ഇതിലൂടെ പാസ് ചെയ്യും, സെൻറ്ററിലൂടെ പാസ് ചെയ്യും. ആ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ എന്നും കറസ്പോണ്ടിങ് ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിനെ ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്നും പറയും. ക്ലിയർ ആണല്ലോ അല്ലേ? ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഇമ്പാക്റ്റ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. റോൾ ഓഫ് ഫ്രിക്ഷൻ ഇൻ റോളിംഗ്. ഓക്കെ, നമുക്കതിൽ ആദ്യം ഏത് ഡിസ്കസ് ചെയ്യാം? പ്യുർ റോളിങ്ങിനെ കുറിച്ച് പറയാം. ടേക്ക് എ വീൽ, ദ റേഡിയസ് R, ഓക്കെ, gives a translational velocity VCM. By some means നിങ്ങൾ ആ വീലിന് ഒരു ട്രാൻസ്ലേഷണൽ വെലോസിറ്റി കൊടുത്തു, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അയാൾ ഒരു ട്രാൻസ്ലേഷണൽ വെലോസിറ്റി ഗെയിൻ ചെയ്തു. ദെൻ യു റിമൂവ് ദ ഫോഴ്സ്. ഓക്കെ, നോട്ട് ഓൺലി ദാറ്റ്, ആംഗുലാർ വെലോസിറ്റി ഒമേഗ, ഒപ്പം നമ്മളൊരു ടോർക്ക് കൊടുത്ത് അയാളെ റിവോൾവ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ട്രാൻസ്ലേഷനും ഉണ്ട്, റൊട്ടേഷനും ഉള്ള ഒരു വീൽ.
അയാളെ നിങ്ങൾ ഇവിടെ പ്ലേസ് ചെയ്തു, ഒരു റഫ് സർഫസിൽ വെച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ ഞാൻ ആദ്യം പറയാണ്, VCM is equal to R omega. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം VCM is equal to R omega is the condition for pure rolling ആണല്ലോ. അങ്ങനെ VCM is equal to R omega കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വീൽ നമ്മളൊരു റഫ് ഹൊറിസോണ്ടൽ സർഫസിൽ വെച്ചു. ഓക്കെ, എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ആസ് VCM is equal to R omega, there is no relative motion between the points of contact of the wheel and the surface. അതായത് ഈ പോയിന്റിലോട്ട് വന്നാൽ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് ആണത്. ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റും അതുപോലെ തന്നെ റഫ് സർഫസും തമ്മിൽ എന്തില്ല, റിലേറ്റീവ് മോഷൻ ഇല്ല. ഏത് കണ്ടീഷൻ ആണെങ്കിൽ VCM is equal to R omega കണ്ടീഷൻ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ വീൽ അതിനുശേഷം എന്ത് സംഭവിക്കും? അങ്ങനെ ഒരു വീലിനെ നമ്മൾ റഫ് സർഫസിൽ വെച്ചാൽ റഫ് സർഫസിൽ ഫ്രിക്ഷൻ ആക്ട് ചെയ്യോ? നോ. എന്താ കാരണം അറിയോ നിങ്ങൾക്ക്? ഈ VCM കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നു, ഒപ്പം ഒമേഗയുടെ വാല്യൂം എന്തായി നിൽക്കുന്നു? കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നു. കാരണം പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിന്റെ വെലോസിറ്റി 0 ആണെങ്കിൽ നോ റിലേറ്റീവ് മോഷൻ, സോ നോ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ പിയർ റോളിംഗ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആരുടെ ആവശ്യമില്ല? ഫ്രിക്ഷൻ്റെ ആവശ്യമില്ല. ഫ്രിക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഫ്രിക്ഷൻ ബാക്കിലോട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഡിക്രീസ് ചെയ്യണ്ടേ? കാരണം മൂവ് ചെയ്യുന്നതിന് എഗെയിൻസ്റ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് വന്നാൽ. അതുപോലെ തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസിന് അതേ ഡയറക്ഷനിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് വന്നാൽ വെലോസിറ്റി കൂടണ്ടേ? അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നു, ഒമേഗ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് there is no relative motion between point of contact and the surface, so that frictional force is 0. അപ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം, റോളിങ്ങിന് ഫ്രിക്ഷൻ കമ്പൽസറി ആണോ? വൺസ് ബോഡി റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ബിഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നോ നീഡ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഇല്ല, അതെയും ബോഡിക്ക് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് 0 ആണ്. ഓക്കെ, പ്രാക്ടിക്കലി ചില ഡിഫോർമേഷൻസ് ഒക്കെ വരാം. പോയിന്റ് ഓഫ് കോണ്ടാക്റ്റും അതുപോലെ സർഫസും തമ്മിൽ റിലേറ്റീവ് മോഷൻ സംഭവിക്കാം. അങ്ങനെയാണെങ്കിൽ സ്പീഡ് കുറയാം. അതുകൊണ്ട് നമ്മൾ വീണ്ടും എനർജി കൊടുക്കേണ്ടതായിട്ട് വരാം ഇൻ ഓർഡർ ടു കീപ് ദ വെലോസിറ്റി കോൺസ്റ്റൻറ്റ്. പക്ഷേ തിയറിറ്റിക്കലി നമ്മൾ പറയുന്നു VCM is equal to R omega കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് 0 ആയിരിക്കും. ബാക്ക്വേർഡ് ഡയറക്ഷനിലും ഉണ്ടാവില്ല, ഫോർവേഡ് ഡയറക്ഷനിലും ഉണ്ടാവില്ല. രണ്ട് ഡയറക്ഷനിലും ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, റൊട്ടേഷണൽ മോഷനിൽ ഫ്രിക്ഷൻ്റെ ഇമ്പാക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റോളിങ്ങിന് ഫ്രിക്ഷൻ എങ്ങനെ സഹായിക്കുന്നു? ഓക്കെ, ഇപ്പോൾ നമുക്ക് നോക്കാം. ഒരു വീൽ ഇനീഷ്യലി ഈ വീല് റസ്റ്റിലാണ്, നമ്മൾ വേറെ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആകെയുള്ള ഫോഴ്സ് എന്ന് പറയുമ്പോൾ ബോർഡർ വെയിറ്റ് നേരെ താഴേക്ക് ആക്ട് ചെയ്യും, നോർമൽ റിയാക്ഷൻ മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു എക്സ്റ്റേണലി നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് മോഷനൊന്നുമില്ല, അതുകൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുമില്ല. ഓക്കെ, അപ്പോൾ സ്റ്റേഷനറി ആയിരിക്കുന്ന വീൽ, നോ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ദർ. അങ്ങനെയാണെങ്കിൽ അയാൾ റസ്റ്റിലാണെന്ന് പറഞ്ഞു, റിലേറ്റീവ് മോഷൻ ഇല്ല, ഫ്രിക്ഷണൽ ഫോഴ്സ് 0. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ്? സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? 0. വാട്ട് അബൌട്ട് ആംഗുലാർ വെലോസിറ്റി? 0. അബൌട്ട് ദ ഫിക്സ്ഡ് ആക്സിസ് എന്ന് വിചാരിച്ചോളൂ, ഇതാണ് ആക്സിസ് എന്ന് വിചാരിച്ച് ഒമേഗയുടെ വാല്യൂ 0. രണ്ടും 0 ആണ്. VCM 0, ഒമേഗ 0. ദെൻ അതിനുശേഷം നിങ്ങളിതാ സെൻറ്റർ ഓഫ് മാസിനെ ബേസ് ചെയ്തൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. നിങ്ങൾക്ക് ഇങ്ങനെ പുള്ള് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അങ്ങനെ പുഷ് ചെയ്യാം. സെൻറ്റർ ഓഫ് മാസിനെ നിങ്ങളങ്ങ് പുഷ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസിന് കിട്ടിയ ഫോഴ്സ് ആണ് F അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം F ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. ശരിയാണോ? ശരിയാണ്. എങ്ങനെയാണെങ്കിൽ ഈ സർഫസ് സ്മൂത്ത് ആയിരുന്നെങ്കിൽ, കാരണം നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് F, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, F ഈസ് ഈക്വൽ M ഇൻറ്റു ACM. പക്ഷേ ഇവിടെ എന്താ ഇഷ്യൂ? നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ സെൻറ്റർ ഓഫ് മാസിന് ഒരു ആക്സലറേഷൻ കിട്ടി, അയാളുടെ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. റിലേറ്റീവ് മോഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യും. എവിടേക്ക്? മോഷൻ എവിടേക്കാണോ സ്ലൈഡ് ചെയ്യുന്നത്, എവിടേക്കാണോ അതിന് എഗെയിൻസ്റ്റ്, റിലേറ്റീവ് മോഷൻ എഗെയിൻസ്റ്റ്. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ റോങ് ആണ്. നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം? നോക്കൂ, F ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ലേഷണൽ മോഷനെ കുറിച്ച് പറയുമ്പോൾ F
മൈനസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. എല്ലാവർക്കും ആ സ്റ്റെപ്പ് ക്ലിയർ അല്ലേ? മാസ് ഇൻറ്റു ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് എന്ന് വരണമെങ്കിൽ അവിടെ ഫ്രിക്ഷൻ ആബ്സെൻ്റ് ആയിരിക്കണം. ഫ്രിക്ഷൻ പ്രസൻ്റ് ആയതുകൊണ്ട് എവിടേക്കാണോ ബോഡി മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിങ് ഓപ്പോസിറ്റ് ടു ദ മോഷൻ ഓഫ് ദ ബോഡി. ഓക്കെ, ഇനി ഇതിന് ശേഷം നമുക്കൊരു കാര്യം പറയാം. ഇതാ ഈ ഫോഴ്സ് ഉണ്ടല്ലോ, ദിസ് ഫോഴ്സ് ഈസ് നോട്ട് ഏബിൾ ടു പ്രൊഡ്യൂസ് എനി ടോർക്ക്. എന്താ റീസൺ? നമ്മൾ ഈ പോയിന്റിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ പൊസിഷൻ വെക്ടറും അതുപോലെ തന്നെ ഫോഴ്സും ഒരേ ഡയറക്ഷനാണ്. ഇറ്റ് ഈസ് റേഡിയൽ ഫോഴ്സ്. ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു പ്രൊഡ്യൂസ് എനി ടോർക്ക്. പക്ഷേ ഇതാ നോക്കൂ, ഇവിടെ ആക്ട് ചെയ്യുന്ന ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് ആണല്ലോ. ടാൻജൻഷ്യൽ ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആർ എന്തുണ്ടാവും? ടോർക്ക് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത ടോർക്കാണ് എഫ് ഇൻറ്റു ആർ. ശരിക്കും എഫ് ആർ സൈൻ തീറ്റ എന്നാണ്. എഫും ആറും തമ്മിൽ ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് എഫ് ആർ ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം ഐ ആൽഫ. ഹിയർ ആൽഫ ഏതാ? ആൽഫ ഈസ് ദ ആംഗുലാർ ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ടോർക്ക് ഡ്യൂ ടു ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക്, അതായത് എഫ് ഇൻറ്റു ആർ, അത് അയാൾക്ക് ഒരു റൊട്ടേഷണൽ എഫക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു. അതായത് എഫ് ഇൻറ്റു ആർ ഇറ്റ് പ്രൊഡ്യൂസസ് എ റൊട്ടേഷണൽ എഫക്റ്റ്. ആ റൊട്ടേഷണൽ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ആംഗുലാർ ആക്സലറേഷൻ ഉണ്ട്. അത് കാണാനുള്ള ഇക്വേഷനാണ് നമ്മൾ പറഞ്ഞു എഫ് ഇൻറ്റു ആർ ഈസ് ഈക്വൽ ഐ ആൽഫ. ഇവിടെ ഐ ആരാണ്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ആൽഫ ആരാണ്? ആംഗുലാർ ആക്സലറേഷൻ. ഇനി നമുക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു ആർ ആൽഫ. പഠിച്ചിട്ടില്ലേ? ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു ആർ ആൽഫ. അങ്ങനെയാണെങ്കിൽ ആൽഫ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എ സി എം ബൈ ആർ. ആംഗുലാർ ആക്സലറേഷൻ ഡ്യൂ ടു ദ ടോർക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ ഫ്രിക്ഷൻ. ഓർ ആൽഫ ഈക്വൽ ടു, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ ഈസ് ഈക്വൽ ടു നമുക്ക് ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എഫ് ഇൻറ്റു ആർ ഈസ് ഈക്വൽ ടു ഐ ആൽഫ. സോ ഐ ഇൻറ്റു കമോൺ ആൽഫയ്ക്ക് പകരം എ സി എം ബൈ ആർ. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയൂ. ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ബൈ ആർ സ്ക്വയർ. ദിസ് ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്ത് സ്റ്റാർട്ട് ആവുന്നു? റിലേറ്റീവ് മോഷൻ സ്റ്റാർട്ട് ആവുന്നു. റിലേറ്റീവ് മോഷൻ സ്റ്റാർട്ട് ആകുമ്പോഴുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ് കേട്ടോ. അത് കൈനറ്റിക് ഫ്രിക്ഷൻ കാണാനുള്ള ഇക്വേഷനാണ് ഐ എ സി എം ബൈ ആർ സ്ക്വയർ. ഇനി നമ്മുടെ പഴയ ഇക്വേഷനിലേക്ക് ഒന്ന് തിരിച്ചു പോകാം. എഫ് മൈനസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഐ ഇൻറ്റു എ സി എം ബൈ ആർ സ്ക്വയർ ഈക്വൽ ടു എം ഇൻറ്റു എ സി എം. കറക്റ്റ് അല്ലേ? ദാ ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എഫ് ഈക്വൽ ടു ഐ എ സി എം ബൈ ആർ സ്ക്വയർ പ്ലസ് എം എ സി എം. കറക്റ്റ് അല്ലേ? അപ്പോൾ എഫ് ഈക്വൽ ടു എ സി എം നമുക്ക് കോമൺ ആക്കാം. എ സി എം ഇൻറ്റു ഐ ബൈ ആർ സ്ക്വയർ പ്ലസ് എം. കറക്റ്റ് അല്ലേ? അപ്പോൾ ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് കാണാനുള്ള ഇക്വേഷൻ പറയൂ. ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഈക്വൽ ടു എഫ് ബൈ എം പ്ലസ് ഐ ബൈ ആർ സ്ക്വയർ. ഓക്കെ, ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു എഫ് ബൈ എം പ്ലസ് ഐ ബൈ ആർ സ്ക്വയർ. ഐ എന്ന് പറയുമ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. വീല് ഡിസ്ക് ആണോ, റിംഗ് ആണോ, സോളിഡ് സ്ഫിയർ ആണോ, അത് നോക്കിയതിന് ശേഷമേ നിങ്ങൾക്ക് ഐയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയൂ. ജനറലായിട്ട് നമുക്ക് ഐ ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. അതിൽ ഐയുടെ വാല്യൂ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഈ വാല്യൂ നിങ്ങൾക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് കാണാനുള്ള ഒരു റിലേഷനും കൂടെ കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ കോൺസെപ്റ്റ് എന്താണ്? നിങ്ങൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആ വീലിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഒരു വെലോസിറ്റി ഗെയിൻ ചെയ്യുന്നു. ആ വെലോസിറ്റി ഗെയിൻ ചെയ്യുമ്പോൾ റിലേറ്റീവ് മോഷൻ സ്റ്റാർട്ട് ആവുന്നു. റിലേറ്റീവ് മോഷൻ സ്റ്റാർട്ട് ആകുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്കാണ് വീലിനെ റിവോൾവ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഒരു വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോളൂ. ഓക്കെ, വേറൊരു കേസ് നോക്കൂ. വീൽ ടി ഈക്വൽ ടു 0 ഇൻസ്റ്റൻറ്റ്. ടൈം നമ്മൾ നോട്ട് ചെയ്തു. ടി ഈക്വൽ ടു 0 ഇൻസ്റ്റൻറ്റ്.
ട്രാൻസ്ലേഷൻ മാത്രമേ ഉള്ളൂ. ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ ഇതാ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റിയാണ് v0. അപ്പോൾ നമുക്കറിയാം എല്ലാ പോയിന്റുകളുടെയും വെലോസിറ്റി v0 തന്നെയായിരിക്കും. ട്രാൻസ്ലേഷൻ മാത്രമേ ഉള്ളൂ v0. എല്ലാ പോയിന്റുകളുടെയും വെലോസിറ്റി v0 തന്നെ വരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് u ഈക്വൽ ടു v0. ഓക്കെ, കറങ്ങുന്നില്ല, ഒമേഗയുടെ വാല്യൂ 0, അതായത് റൊട്ടേഷൻ ഇല്ല. എന്ത് മാത്രമേ ഉള്ളൂ? ട്രാൻസ്ലേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ v0 സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരു വീൽ യു പ്ലേസ്ഡ് ഇറ്റ് ഓൺ എ റഫ് സർഫസ്. ക്ലിയർ ആയോ? അങ്ങനെ റഫ് സർഫസിൽ നിങ്ങൾ അയാളെ വെച്ചാൽ എന്ത് സംഭവിക്കും? ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലെ വെലോസിറ്റി ഇവിടേക്ക് ആയതുകൊണ്ട് എന്ത് ആക്ട് ചെയ്യാൻ തുടങ്ങും? ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് സംഭവിക്കുന്നു? ദാറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ പ്രൊഡ്യൂസസ് എ ടോർക്ക്, ആൻഡ് ടോർക്ക് ടോ ഈസ് ഈക്വൽ എഫ് ഇൻറ്റു ആർ. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പ് കണ്ടോ നിങ്ങൾ? ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു നമ്മൾ വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടില്ല. ലാസ്റ്റ് കേസിൽ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിരുന്നു. ഇവിടെ ഫോഴ്സ് ഇല്ല. യു പ്ലേസ് ദാറ്റ് വീൽ ഓൺ എ റഫ് സർഫസ്. ഇനീഷ്യലി അയാൾക്കൊരു വെലോസിറ്റി ഉണ്ട്. ഗ്രൗണ്ടിൽ ടച്ച് ചെയ്ത് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് ആരാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് എന്ന് വരുന്നു. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് ചെയ്യുന്നു? ഇയാളുടെ വെലോസിറ്റി എവിടേക്കാണോ അതിന് എഗെയിൻസ്റ്റ് ആയത് കാരണം അയാളുടെ ഈ v0 എന്ന് പറയുന്ന വെലോസിറ്റി ഡിക്രീസ് ആവുന്നു. എന്തുകൊണ്ടാണ് വെലോസിറ്റി ഡിക്രീസ് ആവുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ. ആ ഫ്രിക്ഷൻ അയാളുടെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആണോ? അല്ല. എന്താ കാരണം? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഒരേ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ്. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ബോർഡർ മോഷനെ ഓപ്പോസ് ചെയ്യുന്നു. അതുകൊണ്ട് v0 എവിടേക്കാണോ അതിന് എഗെയിൻസ്റ്റ് ആണ് ആക്സലറേഷൻ. മനസ്സിലായോ? അപ്പോൾ അയാളുടെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്നു. അതായത് v0 എന്ന് പറയുന്ന ഈ വെലോസിറ്റി ഉണ്ടല്ലോ, അയാളുടെ വെലോസിറ്റി അത് ഡിക്രീസ് ചെയ്ത് വരുന്നു v. ഒരു ഇൻസ്റ്റൻറ്റിൽ നമുക്ക് t ഇൻസ്റ്റൻറ്റിൽ നമുക്കൊരു കാര്യം ചെയ്യാം, v എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, വാട്ട് എബൌട്ട് ഒമേഗ? ഇനീഷ്യലി ഒമേഗ 0 ആണല്ലോ. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് അയാളുടെ മുകളിൽ ടോർക്ക് ഉണ്ടാക്കുമല്ലോ. ആ ടോർക്ക് അയാൾക്ക് എന്തുണ്ടാക്കി കൊടുക്കും? ഒരു ആംഗുലാർ ആക്സലറേഷൻ കൊടുക്കുമല്ലോ. ആംഗുലാർ ആക്സലറേഷൻ കാരണം അയാളുടെ ഒമേഗയുടെ വാല്യൂ ചെയ്തുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും. ഇതാ നോക്കൂ, ആൽഫ ഈസ് ഈക്വൽ ടോ ബൈ ഐ, കാരണം ടോ ഈസ് ഈക്വൽ ഐ ആൽഫ. അപ്പോൾ ആൽഫ ഈക്വൽ ടോ ബൈ ഐ, ആൽഫ ഈക്വൽ ടു ടോർക്ക് ഡിവൈഡർ ബൈ ഐ. ഇവിടെ നിങ്ങൾ പറയൂ, ടോർക്ക് ഉണ്ടാക്കിയത് ആരാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. വേറെ ഒരു ഫോഴ്സും ഇവിടെ ആക്ട് ചെയ്യുന്നില്ല. വേറെ ഒരു ഫോഴ്സും ഇല്ലെന്ന് പറയരുത്. വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ആരുമായിട്ട് ബാലൻസ് ചെയ്ത് പോക്കോളും, നോർമൽ റിയാക്ഷനുമായിട്ട് ബാലൻസ് ചെയ്ത് പോക്കോളും. വെയിറ്റിനോ നോർമൽ റിയാക്ഷനോ അവിടെ ടോർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ടോർക്ക് ഉണ്ടാക്കുന്ന ഒരേ ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സ് ആരാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. എഫ് ഇൻറ്റു ആർ ഡിവൈഡർ ബൈ ഐ. കണ്ടോ? അതിൽ നിന്ന് v ഈസ് ഈക്വൽ v0 മൈനസ് AT. എന്തുകൊണ്ടാണ് v ഈക്വൽ ടു v0 മൈനസ് AT ആയത്? നോക്കൂ, ഈ ആക്സലറേഷൻ ഉണ്ടല്ലോ, ആക്സലറേഷൻ അത് എങ്ങോട്ടായിരുന്നു? ബോഡി എവിടേക്കാണോ പോകുന്നത് അതിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. കാരണം ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് എഗെയിൻസ്റ്റ് ദ മോഷൻ, റിലേറ്റീവ് മോഷൻ. അതുകൊണ്ടാണ് മൈനസ്. അതുപോലെ ഒമേഗ ഈക്വൽ ടു എന്ത് സംഭവിക്കും? ഒമേഗ 0 പ്ലസ് ആൽഫ ടി എന്നല്ലേ? നമുക്കറിയാം ഒമേഗ ഈസ് ഈക്വൽ 0 പ്ലസ് ആൽഫ ടി. കാരണം ഇനീഷ്യലി അയാളുടെ ആംഗുലാർ വെലോസിറ്റി എന്തായിരുന്നു? 0 ആയിരുന്നു. അപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് ഫ്രിക്ഷൻ വാട്ട് ഹാപ്പൻസ്? വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഡിക്രീസസ് അറ്റ് an instant say v. വാട്ട് അബൌട്ട് ഒമേഗ? ഒമേഗ ഇനീഷ്യലി 0. Omega increases due to the action of frictional force. Omega increases until when v is equal to r omega is reached, pier rolling begins. അപ്പോൾ എന്താ ഉണ്ടായത്? ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ആക്ഷൻ കാരണം വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഡിക്രീസ് ചെയ്യുന്നു, ഒപ്പം ഒമേഗ ഇൻക്രീസ് ആവുന്നു. ഒരു സ്റ്റേജിൽ ആ ഒമേഗ ഇൻക്രീസ് ചെയ്ത് ആർ ഒമേഗയുടെ വാല്യൂ ഡിക്രീസ് ചെയ്ത് വരുന്ന വെലോസിറ്റിയോട് ഈക്വൽ ആവും. അതായത് ആർ ഒമേഗ ഈസ് ഈക്വൽ ടു വി എന്ന് പറയുന്നൊരു കണ്ടീഷൻ വരും.
അതായത് ഈ വെലോസിറ്റി ആർ ഒമേഗയോട് ഈക്വൽ ആവുന്ന ഒരു കണ്ടീഷൻ വരും. ദെൻ ആഫ്റ്റർ ദർ ഈസ് നോ ഫ്രിക്ഷൻ. അതായത് ആ സമയത്ത് എന്ത് സ്റ്റാർട്ടായി? പ്യുർ റോളിംഗ് സ്റ്റാർട്ടായി. മനസ്സിലായോ? അപ്പോൾ ഇനീഷ്യലി എന്താ ഇല്ല? റോളിംഗ് ഇല്ല, ട്രാൻസ്ലേഷണൽ മോഷൻ മാത്രം. പക്ഷേ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തുണ്ടാക്കി കൊടുക്കുന്നു? ടോർക്ക് ഉണ്ടാക്കുന്നു. ആ ടോർക്ക് കാരണം അയാൾ ഒരു ആംഗുലാർ വെലോസിറ്റി ഗെയിൻ ചെയ്യുന്നു. ആംഗുലാർ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വൺസ് ആർ ഒമേഗ ആരോട് ഈക്വൽ ആവുന്നു? വി സി എമ്മിനോട് ഈക്വൽ ആവുന്നു. വി സി എം എന്ന് പറയുമ്പോൾ ഇവിടെ വി. ദെൻ ആഫ്റ്റർ എന്ത് സംഭവിക്കില്ലെന്നാണ് ഞാൻ പറഞ്ഞത്? വെലോസിറ്റി ഫർദറായിട്ട് ഡിക്രീസ് ആവില്ല, ഒമേഗ ഫർദറായിട്ട് ഇൻക്രീസ് ആവില്ല. വെലോസിറ്റി ആൻഡ് ഒമേഗ then after remains constant, then after frictional force vanishes. Pure rolling start ആയാൽ പിന്നെ ആർക്ക് ആക്ഷൻ ഇല്ല? ഫ്രിക്ഷണൽ ഫോഴ്സിന് ആക്ഷൻ ഇല്ല. എന്താ കാരണം? വൺസ് പ്യുർ റോളിംഗ് സ്റ്റാർട്ട് ചെയ്താൽ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ വെലോസിറ്റി എന്താവും? 0 വരും. റിലേറ്റീവ് മോഷൻ ഇല്ലാതെയാവും. മനസ്സിലായല്ലോ? അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്താൽ ആ പോയിന്റിൻ്റെ വെലോസിറ്റി 0 ആയി കഴിഞ്ഞാൽ പിന്നെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ആക്ഷൻ ഈസ് 0. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് എന്താ? സെൻറ്റർ ഓഫ് മാസിന് ഒരു വെലോസിറ്റി ഉണ്ട്, ഒമേഗ 0 ആയ ഒരു കേസല്ലേ ഡിസ്കസ് ചെയ്തത്. ഇനി നേരെ തിരിച്ചു പറയാം നമുക്ക്. അതായത് ഒരു വീൽ അയാൾ റിവോൾവിംഗ് വിത്ത് ആൻ ആംഗുലാർ, റൊട്ടേറ്റിംഗ് വിത്ത് ആൻ ആംഗുലാർ വെലോസിറ്റി ഒമേഗ നോട്ട്. അപ്പോൾ ഒമേഗ നോട്ട് ആംഗുലാർ വെലോസിറ്റിയിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഈ ഫിക്സ്ഡ് ആക്സിസിനെ ബേസ് ചെയ്ത് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീൽ. ഒമേഗ 0 ഈസ് ദ ആംഗുലാർ വെലോസിറ്റി. പക്ഷേ വെലോസിറ്റി സെൻറ്റർ ഓഫ് മാസ് 0 ആണ്. അതായത് ഈ സെൻറ്റർ ഓഫ് മാസ് എന്ത് ചെയ്യുന്നില്ല? മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഒമേഗ നോട്ട് ആംഗുലാർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീലിനെ നിങ്ങൾ എവിടെ പ്ലേസ് ചെയ്തു? ഒരു റഫ് സർഫസിൽ പ്ലേസ് ചെയ്തു, ലൈക്ക് ദിസ്. ഇപ്പോൾ ടി ഈക്വൽ ടു 0 ഇൻസ്റ്റൻറ്റിൽ എന്ത് സംഭവിക്കുന്നു? ടി ഈസ് ഈക്വൽ ടു 0 ഇൻസ്റ്റൻറ്റിൽ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് 0, പക്ഷേ ആംഗുലാർ വെലോസിറ്റി ഉണ്ട്. അപ്പോൾ റൊട്ടേഷൻ കാരണം ലോവസ്റ്റ് പോയിന്റിലെ ആംഗുലാർ വെലോസിറ്റി ഒമേഗ നോട്ട് ആണെങ്കിൽ ഈ പോയിന്റിലെ വെലോസിറ്റി എവിടേക്കായിരിക്കും? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി ഇങ്ങോട്ടല്ലേ വരിക? അല്ലേ? ആ പോയിന്റിൽ നമ്മൾ ടാൻജൻറ്റ് വരച്ചാൽ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോണ്ടാക്റ്റിൽ വന്നാൽ, റഫ് സർഫസുമായിട്ട് വീല് കോണ്ടാക്റ്റിൽ വന്നാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇത് ആ ഫോർവേഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. അതായത് അങ്ങോട്ടാണ് പോകേണ്ടതെങ്കിൽ ആ ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഈ പോയിന്റിൽ ഇങ്ങോട്ടാണ്. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് ചെയ്യുന്നു? ഈ സെൻറ്റർ ഓഫ് മാസിന് ഒരു വെലോസിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ അൺബാലൻസ്ഡ് ആയിട്ട് വരുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ വെയിറ്റും നോർമൽ റിയാക്ഷനും ബാലൻസ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരേ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഫ്രിക്ഷൻ ആണ്. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ഇയാളുടെ വെലോസിറ്റി 0 ആയിരുന്നു. സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി 0 ആയിരുന്നു. അയാൾക്കൊരു വെലോസിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻറ്റു ആർ ആണല്ലോ ടോർക്ക്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാക്കുന്ന ടോർക്ക് എന്ത് ചെയ്യുന്നു? ഇയാളുടെ ആംഗുലാർ വെലോസിറ്റി ഒമേഗ നോട്ട് ആയിരുന്നു. ആ ഒമേഗ നോട്ട് ഡിക്രീസ് ചെയ്യിപ്പിക്കുന്നു. മനസ്സിലായോ? ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ഇയാളുടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത്, ഒപ്പം ആംഗുലാർ വെലോസിറ്റി ഡിക്രീസ് ചെയ്യിപ്പിക്കുന്നു. ഇനി ഇക്വേഷനിലേക്ക് ഒന്ന് നിങ്ങൾ നോക്കൂ. ഫസ്റ്റ് ഇക്വേഷൻ കണ്ടോ? ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ ബോഡി. എം എ ഈസ് ഈക്വൽ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ എ എന്ന് പറയുമ്പോൾ ACM തന്നെയാണ്. അതായത് ഈ ബോഡിക്ക് ആക്സലറേഷൻ ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എവിടേക്കാണ് ആക്ട് ചെയ്യുന്നത്? ജസ്റ്റ് കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് വെലോസിറ്റി ഇവിടേക്ക് ആയത് കാരണം ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ്. ആ ഫോഴ്സാണ് അയാൾക്ക് വെലോസിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ഫ്രിക്ഷണൽ ഫോഴ്സിന് പകരം മ്യൂ ടൈംസ് നോർമൽ റിയാക്ഷൻ എന്ന് കൊടുക്കാം, ഡിവൈഡർ ബൈ മാസ്, ദാറ്റ് ഈസ് ഈക്വൽ മ്യൂ ടൈംസ് mg എന്ന് എഴുതാം. ഇത് നിങ്ങൾ ലോസ് ഓഫ് മോഷനിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? എം കട്ടായി അല്ലേ? മ്യൂ ടൈംസ് mg ഡിവൈഡർ ബൈ എം കട്ടാവും, ദാറ്റ് ഈസ് ഈക്വൽ മ്യൂ ജി എന്ന് വരുന്നു. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, മ്യൂ ജി. ഇനി ടോർക്ക് ഈസ് ഈക്വൽ, ഇവിടെ ടോർക്ക് ഉണ്ടാക്കിയത് ആരാ? കമോൺ, ആ ടോർക്ക് ഉണ്ടാക്കിയത് ഫ്രിക്ഷണൽ ഫോഴ്സ് F ഇൻറ്റു ആർ. അപ്പോൾ ഐ ആൽഫ ഈസ് ഈക്വൽ ടു അഗെയിൻ F ഇൻറ്റു ആർ. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു FR ഡിവൈഡർ ബൈ ഐ. ഓക്കെ, ഈ ആൽഫ അയാളുടെ ആംഗുലാർ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയാണോ ചെയ്യുക, ഡിക്രീസ് ചെയ്യിപ്പിക്കുകയാണോ ചെയ്യുക? നോക്കൂ, ഓൾറെഡി ആംഗുലാർ വെലോസിറ്റി ഈ ഡയറക്ഷൻ അല്ലേ?
ടോർക്ക് ഇങ്ങനെയല്ലേ, അത് തിരിച്ചല്ലേ ആംഗുലാർ വെലോസിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും അറിയോ, ഓൾറെഡി ഉണ്ടായിരുന്ന ആംഗുലാർ വെലോസിറ്റി ഒമേഗ നോട്ട് ആണെങ്കിൽ ആ സെൻസ് ഓഫ് റൊട്ടേഷൻ എവിടേക്കാണോ അതിന് എഗെയിൻസ്റ്റ് ഒരു സെൻസാണ് ആരുണ്ടാക്കി കൊടുക്കുന്നത്, ടോർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. ആരുണ്ടാക്കിയ ടോർക്ക്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാക്കിയ ടോർക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. വി ഈസ് ഈക്വൽ ടു ഇനീഷ്യലി ഉണ്ടായിരുന്ന വെലോസിറ്റി 0 ആഫ്റ്റർ എ വൈൽ വെലോസിറ്റി v ഈസ് ഈക്വൽ ടു v ഈസ് ഈക്വൽ ടു u പ്ലസ് എ കാണാനുള്ള ഇക്വേഷൻ ഇതാ എഴുതി വെച്ചിരിക്കുന്നു, ഫ്രിക്ഷണൽ ഫോഴ്സ് ബൈ മാസ്. അപ്പോൾ വെലോസിറ്റി ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാക്കിയ ആക്സലറേഷൻ ആണ്. അപ്പം നിങ്ങൾക്ക് വേണേ പറയാം ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്സലറേറ്റ് ദ ബോഡി. ഫ്രിക്ഷണൽ ഫോഴ്സ് മോഷൻ എഗെയിൻസ്റ്റ് അല്ലേ ഒരു നോ, റിലേറ്റീവ് മോഷനാണ് നോക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ ഈ പ്രോബ്ലത്തിൽ ബോഡിക്ക് ഒരു വെലോസിറ്റി ഉണ്ടാക്കി കൊടുത്തത്, ലൈക്ക് നമ്മളൊക്കെ നടക്കുമ്പോൾ നമ്മളെ നടക്കാൻ സഹായിക്കുന്നത് ആരാ? ഓൺ എ റഫ് സർഫസ്, ഫ്രിക്ഷൻ അല്ലേ. അതുപോലെ തന്നെ ആ വീലിനെ റൊട്ടേറ്റ് ചെയ്യാൻ സഹായിച്ചത് ആരാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. നോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ, അതിനെ മൂവ് ചെയ്യിപ്പിക്കാൻ, ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ സഹായിച്ചത് ആരാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഓക്കെ, ദെൻ ഒമേഗ ഈക്വൽ ടു ഇനീഷ്യലി ഒമേഗ നോട്ട് എന്ന് പറയുന്ന ആംഗുലാർ വെലോസിറ്റി ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ, ഇനീഷ്യലി ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഒമേഗയായിട്ട് മാറി. ഒരു ഡൗട്ടും വേണ്ട, ഒമേഗ ഈസ് ലെസ് ദാൻ ഒമേഗ നോട്ട്. കാരണം ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാക്കിയ ടോർക്ക് ഓൾറെഡി ഏത് ഡയറക്ഷനിലാണോ ആംഗുലാർ വെലോസിറ്റി ഉണ്ടായിരുന്നത് അതിന് എഗെയിൻസ്റ്റാണ്. അപ്പോൾ ഒമേഗ ഈക്വൽ ടു ഒമേഗ നോട്ട് മൈനസ് ആൽഫ ടി. ഇവിടെ മൈനസ് സൈൻ വരാനുള്ള കാരണം എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. എന്തുകൊണ്ടാണ്? ഓപ്പോസിറ്റാ കേട്ടോ. അതായത് ആംഗുലാർ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്നു, ലീനിയർ വെലോസിറ്റി കൂടുന്നു. അപ്പം ഞാൻ ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്ത് തരാം. ഇനീഷ്യലി ഇയാളുടെ വെലോസിറ്റി 0, ഫ്രിക്ഷണൽ ഫോഴ്സ് അവൻ്റെ വെലോസിറ്റി 0യിൽ നിന്നും v എന്ന് പറയുന്ന വാല്യൂവിലേക്ക് എത്തിച്ചു. കൂടി വരുന്നു. ഇനീഷ്യലി ഉണ്ടായിരുന്ന ആംഗുലാർ വെലോസിറ്റി ഒമേഗ നോട്ട്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാക്കിയ ടോർക്ക് അവൻ്റെ ആംഗുലാർ വെലോസിറ്റി എഫ് ഇൻറ്റു ആർ, അവൻ്റെ ആംഗുലാർ വെലോസിറ്റി ഡിക്രീസ് ചെയ്യിപ്പിച്ച് ഒമേഗയാക്കി മാറ്റി. അപ്പോൾ വെലോസിറ്റി 0യിൽ നിന്നും v ആയി. ആംഗുലാർ വെലോസിറ്റി ഒമേഗ നോട്ടിൽ നിന്ന് ഡിക്രീസ് ചെയ്ത് ഒമേഗയായി. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻസ്റ്റൻറ്റിൽ എന്ത് സംഭവിക്കും? v ഈക്വൽ ആർ ഒമേഗ കണ്ടീഷൻ വരും. വൺസ് v ഈക്വൽ ആർ ഒമേഗ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർഗ്യൂ ചെയ്യാം എന്ത്? നോ ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ വൺസ് v ഈക്വൽ ടു ആർ ഒമേഗ കണ്ടീഷൻ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓർമ്മിച്ച് വെച്ചോളൂ, ഫ്രിക്ഷണൽ ഫോഴ്സ് ആബ്സെൻ്റ് ആയിരിക്കും. പ്യുർ റോളിംഗ്, ദാറ്റ് ഈസ് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ്, ഫ്രിക്ഷൻ ഈസ് നോട്ട് നെസസറി. പക്ഷേ റോളിംഗ് ഉള്ള ഒരാളെ ഒപ്പം ട്രാൻസ്ലേഷണൽ മോഷനും കൂടെ ബിൽഡ് ചെയ്യണമെങ്കിൽ ആരുടെ സഹായം വേണം? ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ സഹായം വേണം കേട്ടോ. ഇനി ഈ ടൈപ്പ് പ്രോബ്ലംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇതിനെക്കുറിച്ച് നല്ല അവയർനെസ് കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു എപ്പിസോഡ് കൂടെ വേണം നമുക്ക് ചെയ്യാൻ പോകുന്നത് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ബോഡികൾ മൂവ് ചെയ്യുമ്പോഴുള്ള കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻസ് വേണം നമുക്ക്. അതിനൊപ്പം തന്നെ നമുക്ക് എന്ത് വേണം? നമ്മുടെ കുറേ ഹോംവർക്കുകളുണ്ട്, അതെല്ലാം ചെയ്ത് റെഡി ആയിട്ടാണ് അടുത്ത ക്ലാസ്സിൽ വരേണ്ടത്. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിലേക്ക് കാണുന്നവരെ ബൈ.